ജാപ്പനീസ് ഫിലോസഫിയിൽ കിൻസുഗി എന്നൊരു ഐഡിയ ഉണ്ട്. ഇതിൽ പൊട്ടിപ്പോയ സെറാമിക് പാത്രങ്ങൾ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ച് പൊടിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. മുറിവേറ്റവരുടെ മുറിവുകളെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ മനോഹരമാക്കുന്ന ഒരു പ്രോസസ്സ്. ഇതിൽ സ്വർണത്തിൻ്റെ പണിയെടുക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മുടെയൊക്കെ മുറിവുകളെ എക്നോളജ് ചെയ്തുകൊണ്ട് മുറിവുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്ന്. അത് കഥകളാണ്. മുറിവേറ്റവർക്കുള്ള കഥകൾ എന്ന നൗഷാദ് മാഷിൻ്റെ പുസ്തകം സ്നേഹത്തിൻ്റെ കഥകളാണ്. ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ. നീ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കൂ എന്ന് പറയുന്ന ലോകത്ത് മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹത്തോടെ കാണുന്ന കുറേ മനുഷ്യരുടെ കഥകളാണിത്. യുദ്ധമുഖത്ത് ഹെങ്ങിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര. അത് കടൽ തീരത്തിലൂടെ, കടൽക്കാക്കകളിലൂടെ, പറവകളിലൂടെ, അമ്മ മനസ്സിലൂടെ, അച്ഛൻ്റെ ഉറപ്പിലൂടെ, കുഞ്ഞേട്ടൻ്റെ ജീവൻ്റെ താളമായ കുഞ്ഞനിയത്തിയിലൂടെ, അങ്ങനെ എല്ലാവിധ ഹൃദയങ്ങളിലൂടെയും പോകുന്നു. നമ്മുടെ മുറിവേറ്റ ഹൃദയങ്ങളിൽ സ്വർണം പൂശിക്കൊണ്ട്. ഉപാധികളില്ലാത്ത സ്നേഹം, സൗഹൃദം, കരുണ ഒക്കെ നമ്മിലേക്ക്, നമ്മുടെ മുറിവിലേക്ക് പകർന്ന് വെളിച്ചം തരുന്നുണ്ട്. ഉറപ്പ് എന്ന കഥയിൽ നൗഷാദ് മാഷിൻ്റെ അവസാനത്തെ 2 വരികളുണ്ട്. എന്നെ ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച 2 വരികൾ. ഏത് വിനാശത്തിൻ്റെ അടിത്തട്ടിൽ പെടുമ്പോഴും നമ്മെ നിലനിർത്തുന്ന ഉടയാത്ത ചില ഉറപ്പുകളില്ലേ? ചില മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഉറപ്പുകൾ. നമ്മെ തിരഞ്ഞു വരുമെന്ന് ഉറപ്പുള്ള കാലുകൾ. സത്യത്തിൽ അങ്ങനെ ഒരാൾ വരാനുണ്ടോ എന്നതിനേക്കാൾ മെച്ചപ്പെട്ട ചോദ്യം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ പടുകുഴികളിൽ നിന്ന് അവരെ കരകയറ്റാൻ ചെന്നെത്തുന്ന ഒരു ഉറപ്പായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നതാവില്ലേ എന്ന്. ഈ കഥകൾ ഉറപ്പുകളാണ്. നമ്മയൊക്കെ കരകയറ്റാൻ ഇതുപോലുള്ള കഥകൾക്ക് പറ്റും എന്ന ഉറപ്പ്. നൗഷാദ് മാഷിൻ്റെ മുറിവേറ്റവർക്കുള്ള ഉറപ്പ്.